ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടി ടെസ്റ്റിലെ ഒരു പ്രോബ്ലമാണ്. ഇതുണ്ടോ, ഒരു ടീച്ചിങ് മെത്തേഡ് 1. ഒരു ടീച്ചിങ് മെത്തേഡിൽ ടീച്ച് ചെയ്തപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് 82, 78, 86 ആൻഡ് സോ ഓൺ. ഇതാണ് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക്. ടീച്ചിങ് മെത്തേഡ് 2, വേറൊരു ടീച്ചിങ് മെത്തേഡിൽ ടീച്ച് ചെയ്തപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ വേറൊരു ക്ലാസ്സിലെ മാർക്കാണിത്. അല്ലെങ്കിൽ ഒരു ക്ലാസ് തന്നെയാണെന്ന് വിചാരിക്കാം. ഇതാണ് ടീച്ചിങ് മെത്തേഡ് 1-ൽ. ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കുട്ടികൾ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കുട്ടികൾ. അപ്പോൾ 2 തരത്തിൽ ടീച്ച് ചെയ്തപ്പോൾ കിട്ടിയ മാർക്കാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഈ മാർക്കിൻ്റെ ആവറേജിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ ടി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് പ്രോബ്ലം. അതാണ്. അപ്പോൾ നമ്മൾ ഈ 2 ടീച്ചിങ് മെത്തേഡ് തമ്മിൽ ഏത് ടീച്ചിങ് മെത്തേഡാണ് നല്ലത്? മീൻ മാർക്ക് കൂടുതലുള്ളതായിരിക്കും ടീച്ചിങ് മെത്തേഡ് നല്ലത്. പക്ഷേ ഈ 2 ടീച്ചിങ് മെത്തേഡ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് തമ്മിൽ മീൻ മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ടീച്ചിങ് മെത്തേഡിൽ വ്യത്യാസം ഉണ്ടെന്ന്. ചിലപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിട്ടായിരിക്കാം കിട്ടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണും കൊണ്ട് മീൻ മാർക്ക് കൂടി അതാണോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ കോഡ് ഇതാണ്: ഇമ്പോർട്ട് നമ്പർ യാസ് NB. അത് ഫസ്റ്റ് ലൈൻ കോഡ്. സെക്കൻഡ് ലൈൻ ഇമ്പോർട്ട് scipy.stats സ്റ്റാറ്റ്സ്. സയൻറ്റിഫൈയിൽ നിന്ന് സ്റ്റാറ്റ്സിനെ നമ്മൾ സ്റ്റാറ്റ്സ് ആയിട്ടാണ് എലിയാസ് നെയിമിൽ അറിയപ്പെടുന്നത്. ഈ ലൈബ്രറിനെ സ്റ്റാറ്റ്സ് എന്ന എലിയാസ് നെയിമിൽ അറിയപ്പെടുന്നത്. ഫ്രം scipy.stats എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ടി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. അതാണ് മൂന്നാമത്തെ ലൈൻ. പിന്നെ നമ്മൾ ഡാറ്റകൾ കൊടുക്കണം. അപ്പം ഇതാണ് ടീച്ചിങ് മെത്തേഡ് 1 NB.array. അതൊരു റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യത്തെ മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ ടീച്ചിങ് മെത്തേഡ് 2 ഈക്വൽ ടു NB.array റൗണ്ട് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അടുത്ത് രണ്ടാമത്തെ മാർക്കുകൾ കൊടുക്കുക. ദെൻ നമ്മൾ ലെവൽ ഓഫ് പറയണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്നുള്ളത്. ആൽഫ ഈക്വൽ ടു 0.05. ചിലപ്പോൾ 0.1 ആയിരിക്കാം, ചിലപ്പോൾ 0.01 ആയിരിക്കാം, അല്ലെങ്കിൽ 0.05. ഇത് മൂന്നാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മീൻ 1, ടീച്ചിങ് മെത്തേഡ് 1ൻ്റെ മീൻ എന്ന് വെച്ചാൽ എന്താ? സം ടീച്ചിങ് മെത്തേഡ് 1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് മീൻ. ആദ്യത്തെ മീൻ. രണ്ടാമത്തെ മീൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അതാണ് സം ടീച്ചിങ് മെത്തേഡ് 2 ഡിവൈഡ് ബൈ ഇതിൻ്റെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെങ്ത് ഓഫ് ടീച്ചിങ് മെത്തേഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. ടീച്ചിങ് മെത്തേഡ് 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്താ? stats.tstd ആണ്. ടി ടെസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. അതാണ് അതിൻ്റെ കോഡ്. സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെയാണ് എലിയാസ് നെയിം. stats.tstd ടീച്ചിങ് മെത്തേഡ് 1 അതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് 2 stats.tstd TSTD ടീച്ചിങ് മെത്തേഡ് 2. അപ്പം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ടിൻ്റെയും ടെസ്റ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് അടുത്ത കോഡ് ടി സ്റ്റാറ്റിസ്റ്റിക് പി വാല്യൂ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും പി വാല്യൂവും കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിന് എടുക്കുന്ന കോഡാണ് ടി സ്റ്റാറ്റിസ്റ്റിക്സും പി വാല്യൂവും കണ്ടുപിടിക്കണം. പി വാല്യൂ ടി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ടീച്ചിങ് മെത്തേഡ് 1 ടീച്ചിങ് മെത്തേഡ് 2 നമ്മൾ വേരിയൻസ് കൊടുക്കുന്നുണ്ടെന്നാണ്. അത് ഫാൾസ് ആക്കണം. അവിടുത്തെ മൂന്നാമത്തെ അതിൻ്റെ പാരാമീറ്റർ ഈക്വൽ വേരിയൻസ് ഫാൾസ്. അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയാം. ഇതാ
ഇവിടെ അത് പറയുന്നുണ്ട്. ഇതാ, we use t-test of independent function from the stars library to perform the t-test for difference of means with unequal variance. Unequal variance ആണ് ഇവിടെ. if the variance were assumed to be equal, we would use equal variance true. ഇത് ട്രൂ ആയിട്ടിടും. ഇവിടെ അൺഈക്വൽ വേരിയൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് ഫാൾസ് ആയിട്ടിടണം. ഇത് ഫാൾസ് ആയിട്ടിടണം. അപ്പോൾ കോഡ് ഇതൊക്കെയാണ് കോഡ്. 1 2 3 4 5 6 7 8 9 സ്റ്റാൻഡേർഡ് ഡിവിഷൻ. ഇതും കണ്ടു. ഇനി അതെല്ലാം പ്രിന്റ് ചെയ്യുകയാണ്. ഇനി ഇപ്പോൾ കണ്ടതെല്ലാം പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ടീച്ചിങ് മെത്തേഡ് 1 മീൻ വാല്യൂ അത് പ്രിന്റ് ചെയ്യണം. അപ്പം അത് പ്രിന്റ് ചെയ്തു. അടുത്ത് ടീച്ചിങ് മെത്തേഡ് 2 മീൻ വാല്യൂ 2 അത് പ്രിന്റ് ചെയ്തു. ദെൻ ടീച്ചിങ് മെത്തേഡ് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് പ്രിന്റ് ചെയ്യണം. അത് പ്രിന്റ് ചെയ്തു. ദെൻ ടീച്ചിങ് മെത്തേഡ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ ടി സ്റ്റാറ്റിസ്റ്റിക്, നമ്മൾ പറഞ്ഞ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അടുത്ത് പ്രിന്റ് ചെയ്യേണ്ടത്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 1 ഇതാ, ഈ ടി സ്റ്റാറ്റിസ്റ്റിക്സും പി വാല്യൂവും പ്രിന്റ് ചെയ്യണം. അതാണ്. പ്രിന്റ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് അത് പ്രിന്റ് ചെയ്തു. ഇവിടെ ടി സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടി, ഇതാണ്. ദെൻ സിഗ്നിഫിക്കൻറ്റ് ലെവൽ, പ്രിന്റ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ ആൽഫ ഈക്വൽ ടു ആൽഫ, അത് നമ്മൾ 0.05 എന്ന് വന്നിട്ടുണ്ട്. ദെൻ പ്രിന്റ് പി വാല്യൂ അതിവിടെ കിട്ടി. അപ്പോൾ ഇതൊരു കാര്യം, നമ്മൾ ഈ കമ്പ്യൂട്ടർ ഇതെല്ലാം ഈ ടി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇതാണ് ടി സ്റ്റാറ്റിസ്റ്റിക്സ് റൺ ചെയ്യുമ്പോൾ. ഇത് ടി സ്റ്റാറ്റിസ്റ്റിക്സും ഇത് പി വാല്യൂ കിട്ടും, ഇത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഇത്രയും കാര്യങ്ങൾ. ഈ പി വാല്യൂ ലെസ് ദാൻ ആൽഫ, ഇതാ ഈ പി വാല്യൂ ആൽഫയേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ പറയും there is a significant difference in mean score between the two teaching method. പി വാല്യൂ ആൽഫയേക്കാൾ താഴെയാണെങ്കിൽ ഈ രണ്ട് ടീച്ചിങ് മെത്തേഡ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എൽസ് ഡിഫറൻസ് ഇല്ല. പി വാല്യൂ ആൽഫയേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. അതുകൊണ്ട് ഈ രണ്ട് ടീച്ചിങ് മെത്തേഡ് തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുക. ഇതുണ്ടോ, else there is a not enough evidence to suggest a significant difference in mean score between the two teaching methods. അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇതുണ്ടോ, there is not enough evidence to suggest a significant difference in mean score between the two teaching methods. അപ്പോൾ പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. പി വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഇവിടെ റിജക്റ്റ് ചെയ്തിട്ടില്ല, നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ടീച്ചിങ് മെത്തേഡ് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. അപ്പോൾ അതിൻ്റെ കോഡുകൾ ഒന്നും കൂടെ പറയാം. ഇത് നമ്പർ ഇമ്പോർട്ട് ചെയ്തു, py.stats ഇമ്പോർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ടി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇത് ആദ്യത്തെ ടീച്ചിങ് മെത്തേഡിൻ്റെ മാർക്ക്, ഇത് രണ്ടാമത്തെ ടീച്ചിങ് മെത്തേഡിൻ്റെ മാർക്ക്, ഇത് ആദ്യത്തേൻ്റെ മീൻ മാർക്ക്, ഇത് രണ്ടാമത്തേൻ്റെ മീൻ മാർക്ക്, ഇത് ആദ്യത്തേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് രണ്ടാമത്തേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ ഇത് ടി സ്റ്റാറ്റിസ്റ്റിക്സും പി വാല്യൂവും കണ്ടുപിടിക്കുന്നു. അതിനുള്ള കോഡാണിത്. ദെൻ പ്രിന്റ്, ഇത് മീൻ 1 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിന്റ് ചെയ്തു, ആൽഫ പ്രിന്റ് ചെയ്തു, പി വാല്യൂ പ്രിന്റ് ചെയ്തു. ദെൻ ഇത് നമുക്ക് വേണ്ടത് നമ്മൾ പ്രിന്റ് ചെയ്ത് ഒന്ന്. ദെൻ പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ
നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്യും. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയാണെങ്കിൽ നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യും. പി വാല്യൂ ലെസ് ദാൻ ആൽഫയാണെങ്കിൽ നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്യും. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയാണെങ്കിൽ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ.